അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 11ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, നാളെ 11ാമത്തെ പകലാണ്. മുഹറം 9, 10 ഒക്കെ അൽഹംദുലില്ലാ സുമ്മൽ ഹംദുലില്ലാ നമ്മൾ നോമ്പുകാരായിരുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, പടച്ചവനെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നോമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അതെല്ലാം പൊരുത്തപ്പെട്ട് തന്ന് അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് 11ാം രാവാണ്, നാളെ 11ാമത്തെ ദിവസമാണ്. നാളെയും ഇൻഷാ അല്ലാഹ് പറ്റുന്നതുപോലെ പറ്റുന്നവർക്ക് നോമ്പ് പിടിക്കാം. അതായത് മുഹറം 9ന്റെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് മുഹറം 10ന്റെ കൂടെ മുഹറം 11ന്റെ നോമ്പും പിടിക്കാം എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി മുഹറം 9ഉം 10ഉം പിടിച്ചവരാണെങ്കിൽ പോലും മുഹറം 11ന്റെ നോമ്പ് പിടിച്ചത് കൊണ്ടും ഒരു കുഴപ്പം വരാനില്ല, ഒരുപാട് നേട്ടങ്ങൾ കിട്ടും എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പും നമ്മുടെ നിസ്കാരം മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ. കമന്റിലൂടെയൊക്കെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഇന്നലത്തെ മജ്ലിസിലൊക്കെ അല്ലാഹുവേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നലെ ദുആ ചെയ്തിട്ടുണ്ട്, ഇന്നുമൊക്കെ നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. നമുക്ക് നേരെ നമ്മുടെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 4 കാര്യങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കണം. ഒന്നാമത്തേത് നമ്മുടെ തഖ്വയാണ്, അല്ലേ? നമ്മുടെ ആ വിശ്വാസം, തഖ്വ, സൂക്ഷ്മത, അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു പവിത്രത ഉണ്ടാവണം, അല്ലേ? അള്ളാഹുവിൻ്റെ ഏത് തീരുമാനം വന്നാലും അതൊക്കെ ഏറ്റെടുക്കാനും, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ക്ഷമ കിട്ടാനും, ജീവിതത്തിൽ എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിന്നിട്ട് നല്ല ഒരു ജീവിതം കിട്ടാനും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് നമ്മൾ ചോദിക്കണം. അള്ളാഹുവിനോടുള്ള എല്ലാവിധ കബൂലിയത്തും നമ്മൾ ചോദിക്കണം. ഇതെല്ലാം ചോദിച്ച് ഇതെല്ലാം കിട്ടുന്ന, അതായത് ദുനിയാവും ആഖിറവും ഒക്കെ നമുക്ക് വിജയിച്ച് കിട്ടാൻ പറ്റുന്ന പുണ്യമായ ഒരു ദുആയുണ്ട്. ആ ദുആ നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الهدى والتقى والعفاف والغنى. اللهم إني أسألك 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 الهدى والتقى
والعفاف والغنى اللهم إني أسألك الهدى والتقى والعفاف والغنى اللهم إني أسألك الهدى والتقى والعفاف والغنى اللهم إني أسألك الهدى والتقى والعفاف والغنى اللهم إني أسألك الهدى والتقى والعفاف والغنى. മുഹറം മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ഈ സമയത്തൊക്കെ അധികരിപ്പിക്കണമെന്ന് ഒരുപാട് മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും ഒരുപാട് പണ്ഡിതന്മാരും മഹത്തുക്കളും പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ 2 ആയത്തൊന്ന് ഓതിയാലോ. ഒരുപാട് നേട്ടമാണ്, ഒരുപാട് പ്രതിഫലങ്ങളാണ് അതിൽ നമുക്ക് കിട്ടാനുള്ളത്. ഏതൊക്കെ പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഓതിക്കോ. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. പരിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണല്ലോ ആയത്തുൽ കുർസി അല്ലേ. ആയത്തുൽ കുർസിന്റെ നേട്ടവും ശ്രേഷ്ഠതയൊക്കെ എത്രയാ നമ്മൾ പറഞ്ഞല്ലോ. മുഹറം മാസത്തിന്റെ ആ ഒരു പ്രഥമ രാത്രിയിലും പ്രഥമ പകലിലും ഒക്കെ ആയിട്ട് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മളൊക്കെ ഓതിയവരാണ്. അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇനി എല്ലാ ദിവസവും നമുക്ക് ആയത്തുൽ കുർസി ഓതാൻ പറ്റണം. ഒരുപാട് നേട്ടമാണ് അതിൻ്റെ ശ്രേഷ്ഠതയും അത് ഓതിയാൽ കിട്ടുന്ന നേട്ടമൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല, നമുക്കൊന്ന് ഓതിയാലോ. കുറച്ച് പ്രാവശ്യം ആയത്തുൽ കുർസിയും കൂടെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെട്ട് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഇസ്മു ഉൾപ്പെടെ നമ്മൾ ആഡ് ചെയ്തിട്ട് പറയുന്ന ഒരു പുണ്യമായ ഒരു ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി والآثام. أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام. أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام. أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب
الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام പരിശുദ്ധമായ മുഹറം 10ന്റെ രാവിൽ മുഹറം 10ന്റെ പകലിൽ അതുപോലെ മുഹറം 11നും പിന്നെയുള്ള എല്ലാ ദിവസവും നമ്മൾ ഏറ്റവും കൂടുതലായി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ദുആയാണ് ദുആഉദ്ദിന്നൂൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എൻ്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ ഒരു ദിക്ർ നബി തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. മിൻ കുല്ലി ഹമ്മിൻ, എല്ലാ ഹമ്മുകളിൽ നിന്നും എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നുള്ള കാവൽ കിട്ടുന്ന മോചനം കിട്ടുന്ന പുണ്യമായ ഒരു ദുആയാണ്. ഏതാണത്? ഇൻഷാ അല്ലാഹ് ഈ ഒരു പുണ്യമാക്കപ്പെട്ട എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ദിക്റാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചെന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت
സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സ്വലാത്ത് ഏത് സമയത്തും നമുക്ക് പറഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണെന്ന് അറിയാമല്ലോ. സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം ഞാനിവിടെ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് നേട്ടമാണ്. സ്വലാത്ത് പറഞ്ഞാൽ കിട്ടാത്ത നേട്ടമൊന്നുമില്ല, എല്ലാ നേട്ടവും കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ ഈ സ്വലാത്ത് അല്ലാഹു തആല കാരണമാക്കി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്
റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ടല്ലേ. അല്ലാഹു തആല ഈ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ക്യാൻസർ രോഗം, അതുപോലെ ബ്രെയിൻ ട്യൂമർ, അതുപോലെ ബ്ലോക്ക് വന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആളുകളുണ്ട്, അതുപോലെ അറ്റാക്ക് വന്നവരുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട്, നരമ്പിൻ്റെ പ്രശ്നം, ന്യൂറോ പ്രശ്നങ്ങൾ വന്നവരുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധി രോഗങ്ങൾ കൊണ്ട് പ്രശ്നത്തിലായ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മുടെ വീഡിയോകൾ കാണുന്നവരാണ്. അവരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിസരത്തുമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളൊക്കെ ശിഫയാവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുന്നു. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോട്ടോ. اللهم اشف أمراضنا وأمراض من أوصانا يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء
അദ്ദുആ യാ ശാഫിയൽ അംറാദ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലേ, ഒരുപാട് നിസ്കാരവും ഇപ്പം അൽഹംദുലില്ലാ ഇന്നും നോമ്പ് പിടിച്ച ആളുകളുണ്ട്, നാളെയൊക്കെ നോമ്പ് പിടിക്കാൻ മനസ്സിൽ കരുതിയവരുണ്ട്. അപ്പം നമ്മൾ പിടിക്കുന്ന നോമ്പുകളും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ദുആയാണ്. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല, വെറുതെ ഒരുപാട് അമൽ ചെയ്താൽ മാത്രം പോരല്ലോ, അതൊക്കെ റബ്ബ് തആല കബൂൽ ചെയ്യണ്ടേ. അപ്പോൾ കബൂലിയത്തിന് വേണ്ടിയുള്ള ദുആ നമ്മൾ ഇൻഷാ അല്ലാഹ് മറന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ ഏതൊക്കെ ദുആയുണ്ട് അതിലൊക്കെ ഈ ഒരു ദുആ ഉൾപ്പെടുത്താൻ വിട്ടുപോകണ്ട. പറഞ്ഞാലോ, ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ദിക്റിന്റെ, സ്വലാത്തിന്റെ, തസ്ബീഹിന്റെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഒരുപാട് നേട്ടങ്ങളും പ്രത്യേകതകളൊക്കെ ഉള്ള രാവുകളാണ്, പകലുകളാണ്, അതിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഈ ദിക്റുകൾ കൊണ്ട് മാത്രം ഒതുക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായി അറിയാവുന്ന എല്ലാ ദിക്റുകളും, സ്വലാത്തുകളും, തസ്ബീഹുകളൊക്കെ പറയുക. വിശുദ്ധമായ ഖുർആൻ പാരായണം മറന്നു പോവണ്ട. എല്ലാ ദിവസവും പറ്റുന്ന പോലെ യാസീൻ ഓതണം. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സ്പെഷ്യലായി എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് നമ്മൾ ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, പാപികളാണ്, ദോഷികളാണ്, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങളുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബാദികൾ എല്ലാവരോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു അതിന് തടസ്സമാകുന്ന തെറ്റുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാ. റഹ്മാനായ അല്ലാഹ്, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ഞങ്ങളുള്ളത്. ആ മുഹറം മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട മുഹറം 9, 10, തസുആ, ആശുറാ, ആ സുന്ദരമായ ദിവസങ്ങൾ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകൾ നീ കബൂലാക്കണേ അല്ലാ. അതിലൊരുപാട് കുറവുകൾ ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവാൻ ഞങ്ങൾ മനുഷ്യരാണ് റബ്ബേ. അതെല്ലാം നീ പരിഹരിച്ച് സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ പിടിക്കുന്ന നോമ്പിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കുറ്റമുണ്ടെങ്കിൽ നിന്റെ മഹലായ ഫദല് കൊണ്ട് അതെല്ലാം മായ്ച്ചു കളഞ്ഞ് ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, മുഹറം 9, 10 ദിവസങ്ങൾ അല്ലാഹുവേ, ഞങ്ങൾ പിടിക്കുന്ന നോമ്പ് ഉൾപ്പെടെ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകള്, ഔറാദുകള്, തസ്ബീഹുകള് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾ ചൊല്ലുന്ന തസ്ബീഹുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മുഹറം 9, 10 എന്ന് പറയുന്ന ആ ദിവസങ്ങൾ ഒരുപാട് പ്രവാചകന്മാർക്ക് നീ ഒരുപാട് സഹായങ്ങൾ കൊടുത്ത ദിവസങ്ങളാണല്ലോ റബ്ബേ. ഞങ്ങളെയും നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. മുഹറം മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ജീവിതം നീ വിജയത്തിലാക്കണേ അല്ലാ. നീ ഖൈറിലും ബർക്കത്തിലുമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഓരോ വീഡിയോകൾക്ക് താഴെ പ്രത്യേകിച്ച് ഇന്നും ഇന്നലെയുമൊക്കെയായി ഒരുപാട് ഉമ്മമാര്, അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങളാണ് ഞങ്ങളുടെ ദുആ ദിക്ർ മജ്ലിസിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പേരാണ് റബ്ബേ ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞത്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, കമന്റുകൾ തന്നെ വായിച്ചാലും തീരാത്ത രൂപത്തിലാണ് ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ അവരുടെ വിഷമങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. റബ്ബേ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണയല്ലാ. കടങ്ങൾ ദൂരീകരിക്കണയല്ലാ. മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണയല്ലാ. പരിശുദ്ധമായ മുഹറം 9, 10 നോമ്പൊന്നും പിടിക്കാൻ പറ്റാത്ത ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, രോഗവുമായിട്ട് മറ്റു പ്രയാസങ്ങളായിട്ട്. റബ്ബേ, അവർക്ക് ആഗ്രഹമുണ്ട് നോമ്പ് പിടിക്കാൻ, അവർക്കും നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ.
ഈ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ. മുഹറം മാസം അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ, കഴിഞ്ഞ വർഷത്തെ മുഹറം മാസത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര് പലരും ഇന്ന് ആറടി മണ്ണിലാണ് അല്ലാ. ഈ മാസത്തിൽ തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അടുത്ത മുഹറം മാസത്തിൽ ഞങ്ങളിൽ ആരാണ് ഉള്ളതെന്നറിയില്ല റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ദീർഘായുസ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മുഹറം മാസം ഞങ്ങളുടെ അവസാനത്തെ മുഹറമാക്കല്ലേ അല്ലാ. നിന്റെ ത്വാഅത്തിലായി ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഈ മുഹറം 9 ഉം 10 നിന്റെ അടുക്കലേക്ക് വന്ന് സാക്ഷി പറയുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മുഹറം മാസത്തിൽ ചൊല്ലുന്ന ദിക്ർ ഔറാദുകൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള മാസങ്ങളിലും ഞങ്ങൾക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാര്, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അല്ലാഹുവേ, ഭർത്താക്കന്മാര്, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറെല്ലാം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവാനുള്ളവരാണ് ഞങ്ങളും. അല്ലാഹുവേ, മരണപ്പെട്ട ആരുടെ മണ്ണിലേക്ക്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ സദസ്സ് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ദീർഘായുസ് തരണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ. സലാമത്തുകൾ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ. കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. പ്രഷർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവരുണ്ട്, വെരിക്കോസിന്റെ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ, ശാരീരികമായ, മാനസികമായ എന്തെല്ലാം ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധികൾ ഉണ്ടോ എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. നരമ്പിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. എക്സാമുകൾക്ക് നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരാണ് ഉസ്താദേ ദ്വാരക്കണമെന്ന് പറഞ്ഞത്. അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ നന്മ തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഈ വിനീതന്റെ വീട് പണി ഉൾപ്പെടെ അല്ലാഹുവേ നീ വേഗത്തിലാക്കി തരണേ അല്ലാ. പൂർത്തീകരിച്ച് തരണേ അല്ലാ. കടങ്ങൾ വെക്കല്ലേ അല്ലാ. കടങ്ങളുണ്ട്, നീ മാറ്റിത്തരണേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ള സഹോദരന്മാര്, സഹോദരിമാര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹ്റിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ കുടുംബം, എല്ലാത്തിലും അല്ലാഹുവേ നീ ബറക്കത്തും സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, അപകട മരണങ്ങൾ തരല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരം അല്ലാഹുവേ ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കാത്തുവെക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ശരീരം കീറുമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഖൈറായ സമയത്ത്, ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ നല്ല വാക്കുകൾ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഇനി വരുന്ന വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അവരുടെ ആ മനസ്സിലുള്ള ഹജ്ജിന്റെ
ഹജ്ജിന്റെ ആ വലിയ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും എല്ലാവിധത്തിലുള്ള സന്തോഷവും നൽകണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഉസ്താദേ പ്രത്യേകം ദുആരക്കണേ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓരോ വീഡിയോകൾക്ക് താഴെ അല്ലാഹുവേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമന്റുകളാണ്. റഹ്മാനെ, ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു, എല്ലാ മുഅ്മിനീങ്ങളുടെ മനസ്സ് നീ അറിയുന്നവനാണ്, കാണുന്നവനാണ്. അവരെ നീ നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അവരുടെയൊക്കെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ബുദ്ധിമുട്ട് കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഹലാലായ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും നീ ഖൈറിലാക്കി തരണേ അല്ലാ, സഫലീകരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണല്ലോ ഞങ്ങളുള്ളത്. ഈ മുഹറം മാസം, ഈ ഒരു പുതുവർഷം ഞങ്ങൾക്ക് ബറക്കത്തിന്റെ മാസമാക്കണേ അല്ലാ, വർഷമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ മാസമാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്ർ ഔറാദുകൾ സ്വീകരിക്കണേ അല്ലാ. ഓരോ ദിക്റിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്, അത് മുഴുവനും ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, അവസാനം സ്വർഗ്ഗത്തിൽ മുത്തായ റസൂലിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. എന്തെങ്കിലും ഞങ്ങളൊക്കെ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ലിഖാ, നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ഈ ദുആക്ക് ആമീൻ പറയുന്ന ഉമ്മമാരെ ഉപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കൊക്കെ ജീവിതത്തിൽ നന്മ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്ലിസിന്റെ ആ ലിങ്കുകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ കാണട്ടെ, അവരൊക്കെ ദിക്ർ ചൊല്ലട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.